എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അതായത് ആ പേഴ്സൻ്റെ സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ പേഴ്സൻ്റെ സന്ദേശങ്ങളും അതുപോലെ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്നും നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ പേഴ്സൻ്റെ സന്ദേശങ്ങളാണ്. സന്ദേശങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യമൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. പ്രധാനമായിട്ടും എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സന്ദേശമെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി എനിക്കിവിടെ ലഭിക്കുന്ന എനർജി എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. ആ പേഴ്സൻ്റെ സന്ദേശം മാത്രമല്ല, ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. അതായത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. അതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കാം. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ റീഡിംഗ് കേൾക്കാൻ തുടങ്ങുന്നതിന് മുൻപ് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മാത്രം റീഡിംഗ് കേൾക്കുക. അതായത് ഈ റീഡിംഗ് മാത്രമല്ല, ഞാൻ ഏത് റീഡിംഗ് ഇടുന്ന സമയത്തും നിങ്ങൾ കേൾക്കുമ്പോൾ റീഡിംഗ് കേൾക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റീഡിംഗ് കേൾക്കുന്ന സമയത്ത് മാത്രമല്ല, അല്ലാത്തപ്പോഴും നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അതായത് എപ്പോഴും നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. പറയുന്നത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അത്. എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നുമില്ല. പോലും നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഞാൻ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. എൻ്റെ റീഡിംഗ് നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ പറയാറുണ്ട്, എപ്പോഴും പറയാൻ ശ്രമിക്കാറുണ്ട്, നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കണമെന്ന് പറയാൻ ശ്രമിക്കാറുണ്ട്. കാരണം അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷെ എനിക്കറിയാം അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. പക്ഷേ നമുക്ക് ശ്രമിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ റീഡിംഗ് കാണുമ്പോഴും അതുപോലെ അല്ലാത്തപ്പോഴും നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത് എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്ദേശം എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്ദേശങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്കിൽ കൂടി ഞാനീ പറയുന്ന കാര്യം ആ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ ചിന്തിക്കുകയാണ് അത് നിങ്ങളോട് പറയണമോ എന്ന്. അതായത് പറയണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുകയാണ്. ഞാനങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് ഈ റീഡിംഗ് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ആ പേഴ്സൺ പറയണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതെന്ന്. എന്തായാലും നമുക്ക് നോക്കാം ആ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന്. ഇവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ കുറച്ച് ദേഷ്യത്തിലാണ്. നിങ്ങളോട് ആ പേഴ്സണ് ദേഷ്യമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മേ ബി ആ പേഴ്സൺ ഇപ്പോൾ കുറച്ച് ദേഷ്യത്തിലായിരിക്കാം. ദേഷ്യം എന്നതിലുപരി ആ പേഴ്സൺ ഇപ്പോൾ വളരെ വിഷമത്തിലാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതിന് കാരണം നിങ്ങളോട് സംസാരിക്കാത്തത് തന്നെ ആയിരിക്കാം. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കൊണ്ട് തന്നെ ആയിരിക്കാം ആ പേഴ്സൺ ഇത്രത്തോളം വിഷമിക്കുന്നത്. ഇനി എന്താണ് ആ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അതായത് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സണ് എത്രമാത്രമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സണ് എത്രത്തോളം ഒരു വിഷമം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണമുണ്ടെന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതായത് ആ പേഴ്സണ് ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം? അതായത് ആ പേഴ്സൺ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ആ പേഴ്സണിന് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് ആ പേഴ്സണ് ഒരു ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പേഴ്സണ് ഇത്രയും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ആ പേഴ്സൺ പറയുന്നില്ല. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് ആ പേഴ്സൺ കാരണം തന്നെ ആയിരിക്കാം. അത് സമ്മതിച്ചു തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ അറിയാം അത്. അതായത് ആ പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ആ പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതായത് ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്.
ആ പേഴ്സണായിരിക്കാം നിങ്ങളോട് പിണങ്ങിയത്, അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. എല്ലാം ശരിയാണ്. പക്ഷേ എങ്കിൽ കൂടി ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളെ എത്രമാത്രമാണ് മിസ് ചെയ്യുന്നത്, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അത് ആ പേഴ്സണ് എത്രമാത്രമാണ് വിഷമമുണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ആ പേഴ്സൺ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ചോദിക്കാം, എന്തുകൊണ്ട് എൻ്റെ വിഷമം മനസ്സിലാക്കുന്നില്ല, അതായത് നിങ്ങളുടെ വിഷമം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളത് പറയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വിഷമം മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതും ആ പേഴ്സൺ അറിയാം, നിങ്ങളും വിഷമിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ ഒരിക്കലും കുറ്റം പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ പേഴ്സൺ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. അതായത് ആ പേഴ്സണും നിങ്ങളെപ്പോലെ തന്നെ വിഷമമുണ്ട്, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ പേഴ്സൻ്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്ന് ആ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടെ ഫീലിങ്സ് ആ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ കൂടി ആ പേഴ്സൻ്റെ മനസ്സിൽ ആ പേഴ്സണ് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന്, പക്ഷെ നിങ്ങൾക്കത് തോന്നുന്നില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. വളരെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ഈ റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ ആ ഒരു എനർജി എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു എനർജി അതാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളായിരിക്കാം ആ പേഴ്സൺ. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടായിരിക്കാം. എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൺ ആരോടും തുറന്ന് പറയുന്നില്ല. തുറന്ന് പറയാൻ ശ്രമിച്ചിട്ട് കൂടി ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളുടെ എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. എനിക്ക് ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. വളരെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളുടെ എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. പിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറമായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ ഇഷ്ടപ്പെട്ട നിറമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു നിറമായിരിക്കാം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സത്യം പറഞ്ഞാൽ നിങ്ങളെ കണ്ടുമുട്ടിയത് അത് ആ പേഴ്സൻ്റെ ഭാഗ്യമാണ്. നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ്. നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ അത് ആ പേഴ്സൻ്റെ ഭാഗ്യമാണ്. പക്ഷേ ആ പേഴ്സൺ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങളെ കണ്ടുമുട്ടിയത് ആ പേഴ്സൻ്റെ ഭാഗ്യമാണെന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലൊരു വ്യക്തിയെ ഇഷ്ടപ്പെടാൻ സാധിച്ചത് തന്നെ വളരെ ഒരു നല്ല കാര്യമാണെന്ന് ആ പേഴ്സന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം. അതായത് അതിനു മുൻപ് ആ പേഴ്സൺ അങ്ങനെ വിചാരിച്ചിരുന്നില്ല എന്നല്ല, പക്ഷേ നിങ്ങളുടെ പ്രാധാന്യം എത്രമാത്രമാണെന്ന്, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടിയത് ആ പേഴ്സൻ്റെ ഭാഗ്യമാണെന്ന് ആ പേഴ്സന് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം അത്രത്തോളം ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് പ്രാധാന്യം തന്നില്ല എന്നല്ല, അല്ലെങ്കിൽ തന്നിരുന്നില്ല എന്നല്ല, ഉറപ്പായിട്ടും ആ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ശരിക്കുള്ള പ്രാധാന്യം എന്താണെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയത് ഇപ്പോഴായിരിക്കാം. അത് ഇപ്പോൾ അങ്ങനെയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ആ സുഹൃത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മൾ ആ സുഹൃത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, നമ്മൾ അവർക്ക് പ്രാധാന്യം നൽകും. പക്ഷേ അവരുടെ ശരിക്കുള്ള പ്രാധാന്യം ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ സുഹൃത്ത് ചിലപ്പോൾ നമ്മളോട് പിണങ്ങുമ്പോഴായിരിക്കാം. ഇതിപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. മേ ബി ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടായിരിക്കാം. ഇവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കാനാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ പേഴ്സൺ അത് നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അത് നിങ്ങളോട് തുറന്ന് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ശരിക്ക് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയേണ്ടതെന്ന് ആ പേഴ്സൺ അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങളോടത് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോഴും എത്ര നാൾ ആ പേഴ്സൻ്റെ വിഷമം ഇങ്ങനെ നിങ്ങളോട് മറച്ചു വയ്ക്കുമെന്ന്
ആ പേഴ്സൺ അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര നാൾ ഇങ്ങനെ നീണ്ടുപോകും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആ പേഴ്സൺ അറിയില്ല എപ്പോഴാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറുക എന്ന്. ആ പേഴ്സൺ സംസാരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ശ്രമം നടത്തിയാൽ മാത്രമേ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറുകയുള്ളൂ എന്ന് ആ പേഴ്സൺ അറിയാം. പക്ഷേ എങ്കിൽ കൂടി ആ പേഴ്സൻ്റെ ഫീലിങ്സ് എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് ഈ ഒരു സമയത്ത് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുന്നത്. എങ്കിൽ കൂടി നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ സമയത്തെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാതിരിക്കുന്നത്. അതായത് നിങ്ങളോട് പറയേണ്ടത് എന്താണോ ആ പേഴ്സന്, അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണോ അത് നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ മേ ബി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അവസാനിക്കാമെന്ന്, അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ പേഴ്സന് ഉറപ്പില്ല. അതായത് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ അത് പറയുന്നില്ല എന്ന് വെച്ചാൽ, മേ ബി ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കില്ല. മേ ബി നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുമെന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വേണ്ട, ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയേണ്ടെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. ആ പേഴ്സൺ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങളോട് തുറന്ന് പറയണമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നതെന്ന്. നിങ്ങളെ ആ പേഴ്സൺ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. മേ ബി ഇപ്പോൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ആ പേഴ്സണ് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ പേഴ്സണ് അത് എപ്പോൾ സംഭവിക്കും, എപ്പോൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് അറിയില്ല. അതായത് എപ്പോഴാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിക്കാമെന്ന് അറിയില്ല. പേഴ്സൻ്റെ മെസ്സേജായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാനത് ആദ്യമേ പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ആ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ്. പക്ഷേ ആ പേഴ്സൻ്റെ സന്ദേശം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ആ പേഴ്സൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം മനസ്സിലാക്കുക. ഫീലിങ്സ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വിഷമം മനസ്സിലാക്കുക. ആ പേഴ്സണും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ വിഷമം ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ കൂടി ആ പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും ഒന്ന് മനസ്സിലാക്കുക ആ പേഴ്സൻ്റെ വിഷമം എന്താണെന്ന്. മേ ബി നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് ആ പേഴ്സൺ അറിയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നത്. അതായത് ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കൂടി ഒന്ന് ചിന്തിക്കുക, ആ പേഴ്സണെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കുക. അതായത് ആ പേഴ്സൻ്റെ വിഷമം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ആ പേഴ്സൺ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൺ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. കാരണം അത്രത്തോളം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ആ പേഴ്സണെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ആ പേഴ്സൻ്റെ എനർജിയാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളും വിഷമിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷമം നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.